സ്ഥലം എനിക്ക് തീരുമാനിക്കാൻ പറ്റാത്തത് അച്ഛൻ തന്നെ ഒരു സ്ഥലം കണ്ടുപിടിക്കണം. ഒരിക്കലും നയനാൻ സംശയിക്കാത്തൊരു സ്ഥലം. കത്രീനമ്മ എന്നെ ഭ്രാന്തനാക്കി അടങ്ങുന്നാണോ? ഞാൻ സ്ഥലം കണ്ടുപിടിക്കണം പോലും. അതറിഞ്ഞിട്ട് വേണം നയനാൻ എന്നെ വഴി വെച്ചു കൊല്ലാൻ. അച്ഛോ, അച്ഛൻ എന്നെ സഹായിക്കണം. ഇത്രയൊക്കെ അച്ഛൻ എൻ്റെ കൂടെ നിന്നില്ലയോ? അതിനൊക്കെ ഫലമുണ്ടാവണമെങ്കിൽ ഇതുകൂടെ ചെയ്തേ പറ്റൂ. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ. കിടന്നുറങ്ങാനാണോ അപ്പച്ചിയൊക്കെ ശമ്പളം തരുന്നേ? ഇക്കണക്കിന് തന്നെ വല്ല മയക്കുമരുന്ന് മണപ്പിച്ച് കാർ കൊണ്ടുപോകാൻ വലിയ എളുപ്പമാണല്ലോ. സോറി മാഡം, അറിയാതെ പറ്റിപ്പോയതാ. ഇനി ഇങ്ങനെ ഉണ്ടാവത്തില്ല. ഓ, ഓരോ തവണയും പറയും ഇനി ഇങ്ങനെ ഉണ്ടാവത്തില്ലെന്ന്. അല്ല, രാത്രി ഇയാൾക്ക് എന്താ പണി? തട്ടാൻ പോകുന്നുണ്ടോ? ചോദിച്ചത് കേട്ടില്ലേ? ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ല. അമ്മച്ചി സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക. എന്താ അമ്മച്ചിക്ക്? 2 ദിവസം മുമ്പ് തലയിറങ്ങി വീണതാ. ഇപ്പൊ ബോധമില്ല. മിനി ഐസിയുള്ളത്. എന്താ അസുഖം ഡോക്ടർ പറഞ്ഞില്ലേ? ഇല്ല മാഡം, ഇന്നലെ എക്സ്റേ എടുത്തു, സ്കാനിങ്ങും ചെയ്തു. നാളെ ഒന്നുകൂടി സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. വീട്ടിൽ സഹായത്തിന് വേറെ ആരുമില്ല. ഞാനും അമ്മച്ചി മാത്രമേ ഉള്ളൂ. കരുതിക്കുട്ടി ഉറങ്ങിയതല്ല, ചാരി ഇരുന്നപ്പോ അറിയാതെ. ഏയ്, അത് സാരില്ല. കാര്യം അറിയാതെ ദേഷ്യപ്പെട്ടതില് എനിക്കാ ഇപ്പൊ വിഷമം. വേറെ റിലേറ്റീവ്സ് ഒന്നും ഇല്ലേ? അമ്മാവനും കുടുംബമുണ്ട്. പക്ഷേ പുള്ളിക്കാരെ സ്ഥിരം കള്ളും കുടിച്ച് നടക്കുന്ന ആളാ. ഹോസ്പിറ്റലൊന്നും ഇരുത്താൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ അപ്പച്ചനോട് പറഞ്ഞ് ലീവ് എടുക്കാൻ മേലായിരുന്നു. എനിക്ക് ഡെയിലി പേയ്മെന്റാ. ഒരു ദിവസം ജോലി ചെയ്തില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ വിഷമത്തിലാവും. ബേബി എവിടം വരെ പഠിച്ചിട്ടുണ്ട്? അത് എന്താ പറയാൻ വിഷമമുണ്ടോ? ഇല്ല മാഡം, ചില മുതലാളിമാര് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ജോലിക്കാരെ കൂടെ നിർത്തിയാല. അത് പേടിച്ച ഞാൻ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ക്ലാസ്സോടെ പാസ്സായതാ. കോളേജിൽ ലെക്ചർ പോസ്റ്റ് കിട്ടണമെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കണം. 3-4 കൊല്ലം പാരൽ കോളേജ് ക്ലാസ് എടുത്തു. ആരും ശമ്പളം തരികയില്ല. കുട്ടികൾ ഫീസ് തന്നില്ലെന്ന് പറഞ്ഞ് കൈമലർത്തു. പിന്നെ അത് വിട്ടൊരു പാഴ്സൽ കമ്പനിയിൽ നിന്നു. അവിടുന്ന് ഡ്രൈവിംഗ് പഠിച്ചേ. അവരും മാസം 2000 രൂപയ്ക്ക് തരത്തുള്ളൂ. തോമസ് സാറ് ദിവസം 250 രൂപ തരുന്നുണ്ട്. അതെനിക്ക് വലിയ കാര്യമാണ്. ഞാൻ MA പാസ്സായതാണെന്ന് ദയവായി തോമസ് സാറിനോട് പറയരുത്. എന്നെ പിരിച്ചുവിടും. ഏയ്, അപ്പച്ച അങ്ങനെയുള്ള ആളല്ല. കാര്യം അറിഞ്ഞാ ചിലപ്പോ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഏതെങ്കിലും നല്ല ജോലി തരും. ഈ ജോലി പോയാ എന്റെ അമ്മച്ചി ചികിത്സ കിട്ടാതെ മരിച്ചു പോകും മാഡം. അപ്പച്ചൻ ബേബിയെ വഴക്ക് പറഞ്ഞോ? 4-5 ദിവസം കാണാണ്ടായിട്ട് ഇന്നാ അവനീ വന്നേ. എന്നതാ കാരണം ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. ബേബിയുടെ അമ്മ ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുക അപ്പച്ച. സഹായിക്കാനൊന്നും ആരും ഇല്ല അവിടെ. പകല് ഇവിടുന്ന് പോയാ രാത്രി അമ്മയ്ക്ക് കൂട്ടിരിക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ലീവ് എടുക്കായിരുന്നില്ലേ? എന്തിനായി ഒളിച്ചുകളി? അവനെ ഞാൻ സഹായിക്കത്തില്ലേ? ലീവ് എടുത്താ പിരിച്ചുവിടുന്ന് പേടിച്ചിട്ടായിരിക്കും. എന്നതായാലും അപ്പച്ചന് ഇത്തിരി കാശ് കൊടുത്തേക്കണം. ഹോസ്പിറ്റൽ ചെലവിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോ. കൊടുത്തേക്കാം. ഏത് ഹോസ്പിറ്റലാണെന്ന് എനിക്കറിയാൻ മേല. നാളെ വരുമോ നോക്കട്ടെ. ബേബി ഇത്തിരി പേടി കൂടുതലുള്ള ആളാന്ന് തോന്നുന്നു. ഒരു ദിവസം പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചപ്പോ ഞാൻ വഴക്ക് പറഞ്ഞു. ഇപ്പൊ അപ്പച്ചനും. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. അവൻ സ്മാർട്ടാ. ചിലപ്പോ നാളെ രാവിലെ തന്നെ ഇങ്ങ് എത്തും. മോളെ. എന്നതാ അപ്പച്ച? നീ അപ്പച്ചനു വേണ്ടി റോസിനെ ഒന്ന് കാണണം. കത്രീനയോടുള്ള വിരോധം തീർക്കാൻ റോസിന് ഞാൻ കള്ളക്കളി കളിച്ച്
അറസ്റ്റ് ചെയ്യിപ്പിച്ചെന്നാ നൈനാൻ പറഞ്ഞു പരത്തിയിട്ടുള്ളത്. അപ്പച്ചൻ എന്തുവാ ഈ പറയുന്നേ? റോസിന് അറിയാൻ മേലെ ഇതിന്റെ പിന്നിൽ ആരൊക്കെയാന്ന്? അറിയത്തില്ലായിരിക്കും. റോസിനെ നൈനാൻ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. നമ്മുടെ ഫോറിൻ ഗസ്റ്റുകളുടെ കൂടെ റോസ് ഗാർഡൻസിൽ നിൽക്കുമ്പോൾ റോസ് വന്ന് വളരെ മോശമായിട്ട് സംസാരിച്ചു. എന്റെ ഈശോയെ, എന്നതാ അവള് പറഞ്ഞേ? ഇനി അത് അപ്പച്ചനെ ആവർത്തിക്കാൻ വയ്യ മോളെ. അത്രയ്ക്ക് മോശമായിട്ട് സംസാരിച്ച് കേട്ടപ്പോ അപ്പച്ചന്റെ നെഞ്ചു പൊട്ടിപ്പോയി. എന്റെ മോൾ എന്റെ മുഖത്ത് നോക്കി പറയാൻ പാടില്ലാത്തതൊക്കെ. റോസിന് സത്യം അറിയാൻ മേലാത്തോണ്ടായിരിക്കും അപ്പച്ച. ഞാൻ പറയാം അവളോട് എന്നാ നടന്നിട്ടുള്ളേന്ന്. ഇടവകയിലാരും റോസിനെ കുറ്റം പറയത്തില്ല. കടപ്പുറത്തുള്ളവർക്കെല്ലാം സത്യം അറിയുകയും ചെയ്യാം. ഇതൊക്കെ റോസിനെ ബോധിപ്പിക്കുന്ന കാര്യം ഈ ഞാനേറ്റു. അപ്പച്ചൻ പറഞ്ഞ എപ്പോഴും ഓർമ്മ വേണം മോളെ. ഒരു വാക്കുപോലും അറിയാതെ പറഞ്ഞ് റോസിന് സംശയം ഉണ്ടാക്കാൻ പാടില്ല. അവളെ വിഷമിപ്പിക്കാനും പാടില്ല. എനിക്കറിയാം അപ്പച്ച. എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് റോസിനെ കാണുന്നത് കത്രീനമ്മ അറിഞ്ഞാ പിന്നെ അപ്പച്ചനോടുള്ള വാശി കൂടെയുള്ളൂ. അവരെന്തേലും ചോദിച്ചാ എനിക്കൊന്നും അറിയാൻ മേലെന്ന് പറഞ്ഞൊഴിയാം, അല്ലേ അപ്പച്ച? ആ, അതൊക്കെ യുക്തി പോലെ ചെയ്തോ. എന്നതാണേലും റോസിന്റെ തെറ്റിദ്ധാരണ മോള് മാറ്റണം. അപ്പച്ചന് 2 അല്ല 3 പെൺമക്കളാ. മറ്റുള്ളവർ അംഗീകരിച്ചില്ലെങ്കിലും മോളുടെ മനസ്സിന്നത് മാറരുത്. ഒരിക്കലും മനസ്സിനൊന്നും മാറുകയില്ല അപ്പച്ച. അപ്പച്ചനെ റോസ് തിരിച്ചറിയുന്ന ഒരു കാലം വരും. പിന്നെ നമ്മളോടൊപ്പം ഈ വീട്ടില് റോസ് അപ്പച്ചന്റെ മോളായിട്ടുണ്ടാവും അപ്പച്ച. അയ്യോ, ഇതെന്നാ പറ്റി എന്റെ കത്രീനെ കൊച്ചിന് ഇങ്ങനെ വെളുക്കച്ചിരിക്കാൻ? ഇങ്ങനെ തന്നെത്താൻ ഇരുന്ന് ചിരിച്ചിട്ടാണോ വെളുത്ത കത്രീന എന്ന് പേര് വന്ന? ഞാനേ ആ തോമസ് ചാക്കി ഓർത്ത് ചിരിച്ചതാ. എന്റെ പുണ്യാളച്ചോ ചതിച്ചല്ലോ. കത്രീന കൊച്ചിന് മോഹബത്തായോ? മോളു, വേണ്ടാതീനം പറഞ്ഞ ചെവി ഞാൻ പൊന്നാക്കും. ഹ, അമ്മ തന്നെയല്ലേ പറഞ്ഞേ തോമസ് ചാക്കാനെ ആലോചിച്ച് ചിരിച്ചതാന്ന്. എന്നാലും എന്റെ ശത്രുവിനെ ആലോചിച്ച് എന്നെ അമ്മയ്ക്ക് ചിരിക്കാൻ തോന്നിയല്ലോ. ഇനി ചത്താ മതി എനിക്ക്. കാര്യം അറിയാതെ ചുമ്മാ ഓരോന്ന് പറയല്ലേ. ഇന്ന് റിസോർട്ടിൽ വെച്ച് തോമസിനെ കണ്ടായിരുന്നു. അയാള് വന്നൊരു 100 മാപ്പ്. ഞാനല്ല ചെയ്തത്, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമോന്ന് പറഞ്ഞ് ഞാൻ കണക്കിന് കൊടുത്തു. തൊലി ഉരിച്ചു വിട്ടെന്ന് പറഞ്ഞാൽ അതായിരിക്കും ശരി. അത് ഓർത്തപ്പോഴാ അറിയാതെ ചിരിച്ചു പോയത്. ഓ, ഞാൻ അവിടെ അപ്പൊ വേണായിരുന്നു. അമ്മയോടൊപ്പം ഞാനും കൂടിയെന്നെ തൊലിയിരിക്കാൻ. എന്തിനാ അമ്മ അയാളുടെ ഗസ്റ്റുകളെ നമ്മുടെ റിസോർട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നത്? അതുകൊണ്ടല്ലേ അയാൾ അവിടെ കയറി നിരങ്ങുന്നേ. അവരെ പറഞ്ഞു വിട്. അയ്യോ, അതൊന്നും പാടില്ല മോളൂ. ഒന്നാമത് അതൊക്കെ ബിസിനസിന് ചീത്ത പേരാ. മാത്രമല്ല നമ്മുടെ റിസോർട്ടില് ഓരോ ചുവരിലും എഴുതി വെച്ചിട്ടില്ലേ ഒരു വാക്യം? എന്തുവാ അത്? എവറി കസ്റ്റമർ റെപ്രസെന്റ്സ് ഗോഡ്. പണ്ട് ഗാന്ധിജിയോ മറ്റോ പറഞ്ഞിട്ടുള്ളത്. ആ, ദൈവത്തിന്റെ പ്രതിനിധിയ അതിഥി. അവരെ നമ്മൾ അപമാനിക്കാൻ പാടില്ല. ഇനി കുറച്ചു നാളത്തേക്കല്ലയോ വന്നേച്ച് പോട്ടെ അയാള്. ഇനി അയാൾക്ക് കോട്ടേജ് അനുവദിക്കരുതെന്ന് മോള് തന്നെ റോയോട് പറഞ്ഞേച്ചാ മതി. ആ, ഒരു കാര്യം പറയാൻ മറന്നു. അമ്മ അസലൊരു വീട് വാങ്ങിച്ചു. വീട് വാങ്ങിച്ചോ? എന്തിന്? നിനക്കും റജിക്കും താമസിക്കാൻ. വേറെ എന്നത്തിന് അമ്മ വീട് വാങ്ങുന്നേ? ഈ ഞായറാഴ്ച നിങ്ങളുടെ മിന്നുകെട്ടാ. ഇങ്ങനെ വൃത്തിയില്ലാത്തൊരു പോത്ത് ചെന്ന് കൈ കഴുകിടും മണിക്കൂസേ. എന്നെ ഇപ്പൊ 2 ചീത്ത വിളിച്ചു. പോത്ത മണങ്ങൂസ്. നോയിക്കോ, വെളുത്ത കത്രീനയുടെ മോളാണ് ഞാനെങ്കിൽ ഇതിന് പകരം വീട്ടു. ഇത് സത്യം സത്യം സത്യം. ദേ, കല്യാണത്തിന് മുമ്പ് പകരം വിട്ടിക്കളയല്ലേ. അങ്ങനെ ആകുമ്പോ കത്രീന ആന്റിനെ സഹായിക്കത്തില്ല. കല്യാണം കഴിഞ്ഞിട്ടാവുമ്പോ
കത്രീന ആന്റി നടുവന്ന് പിള്ളേരും എന്റെ സൈഡിൽ കാണും. അപ്പൊ നിനക്കൊരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. എന്തോ 3 പിള്ളേരോ? എന്നതാ കുറഞ്ഞു പോയോ? വേണമെങ്കിൽ 4-5 ആയിക്കോട്ടെ. അതാവുമ്പോ പുലിക്കാട്ടിലെ എല്ലാ മുറിയിലും ഒച്ച എനക്കും ഉണ്ടാവും. കത്രീന ആന്റിക്കും സന്തോഷം, എനിക്കും സന്തോഷം. ആടാ. ചേട്ടന്റെ പേരെന്താന്നാ പറഞ്ഞേ? അമ്മച്ചി. ചോറി നൈനാനോ? മോൻ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് സമയം പാഴാക്കണ്ട കേട്ടോടാ തടിയ. എടി പെണ്ണ കൈന്ന് വിടറി. ആരെയും കണ്ടുകൊണ്ടുവന്ന നേരെ ചെന്ന് കത്രീന ആന്റിയോട് പറയും. കത്രീന ആന്റി എന്നെ വിളിച്ച് പറയും, റെജിമോനെ അവളെ ഞാൻ പെണ്ണായിട്ടല്ല ആണായിട്ടാ വളർത്തുന്നത്, അതുകൊണ്ട് മോനങ്ങ് ക്ഷമിച്ചേരെന്നും പറയും. എനിക്ക് നിന്നെ പിന്നെ ആണായിട്ടേ കാണാൻ പറ്റൂ, അതുകൊണ്ട് കല്യാണവും മുടങ്ങും. അതാ പറഞ്ഞ എന്റെ പൊന്നുമോള് കൈ നങ്ങ് വിട. അപ്പൊ എന്നെ പേടിയുണ്ടല്ലേ? പിന്നെ അമ്മയും മോളെയും പേടിച്ച് നാട് വിട്ടാലോ തോന്നുവാ. ആ പോയി കഴിഞ്ഞാ പിന്നെ എന്റെ മോള് തനിച്ചാവും, അതുകൊണ്ടാ പോവാത്തെ. അതെനിക്കറിയാം. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങും പോകത്തില്ല. പോവോ? എവിടെ പോയാലും നമ്മൾ ഒരുമിച്ചായിരിക്കും, മരിച്ചാലും. അതിനുവേണ്ടിയാ കർത്താവ് നമ്മളെ ഒന്നിപ്പിച്ചേ. വാ. കല്യാണം കഴിയുന്നവരെ നിന്നെക്കാൾ കൂടുതൽ എനിക്കാ ടെൻഷൻ. എന്റെ അപ്പച്ചൻ ഇത് എന്നാ ഭാവിച്ചാണെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. എന്ത് നേരിടാന്നുള്ള ധൈര്യം എനിക്കുണ്ട്, എന്നാലും അമ്മച്ചിയുടെ സങ്കടം കാണുമ്പോഴാ വല്ലാത്ത വിഷമം. റജി എപ്പോഴും നാൻസി ആന്റിയെ വിളിക്കണം, അപ്പൊ ആന്റിക്കൊരു സമാധാനാവും. എന്തായാലും ഗബ്രിയേലച്ച നമ്മോടൊപ്പം, അതുകൊണ്ട് വേറെ ആരും ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. നീ എങ്ങനെ അതറിഞ്ഞേ? ഗബ്രിയേലച്ചനും അമ്മച്ചിയും കൂടെ എല്ലാം തീരുമാനിച്ച് ഞായറാഴ്ച മിന്നേട്ട് റജിയോട് റിസോർട്ടിലേക്ക് വരാൻ അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. ഈ സന്തോഷ വാർത്ത റജിയെ നേരിട്ട് അറിയിക്കാൻ എങ്ങോട്ട് വരാൻ പറഞ്ഞ. വല്ല മനസ്സിലായോ? കമ്പ്യൂട്ടർ മതി. ഏതാണ്ട് ചിലതൊക്കെ തലയിൽ കത്തി. മണങ്ങൂസ്. ഇതെന്നതാ പൊന്നമ്മേ? പ്രാർത്ഥിക്കുമ്പോഴാണോ തോണ്ടുന്നേ? തോണ്ടുമ്പം പ്രാർത്ഥിക്കുന്നത് തെറ്റല്ലയോ കൊച്ചമ്മേ? ദേ ഒരു ഭയങ്കര ന്യൂസ് പറയാനാ ഞാൻ ഓടിക്കതച്ച് വന്നേ. കുരിശ് മരിച്ച എണീറ്റ് വന്നാട്ടെ. എന്നതാ പൊന്നമ്മേ? പ്രാർത്ഥിക്കാനും സമ്മതിക്കല്ലേ? പ്രാർത്ഥിച്ചതിന് ഗുണം കിട്ടി കൊച്ചമ്മ. ഞായറാഴ്ച നമ്മുടെ പള്ളി വെച്ച് ഒരു ഗംഭീര സംഭവം നടക്കാൻ പോവാ. എന്നുവെച്ചാ? റോസക്കുഞ്ഞിന്റെയും റജിസാറിന്റെയും കല്യാണം ഞായറാഴ്ച ഈ പള്ളി വെച്ച് നടക്കാൻ പോവാ. സംഗതി പരമരഹസ്യമായിട്ടാ നീക്കം. പള്ളി വെച്ച് ആരും അറിയാതെ കല്യാണോ? അതെങ്ങനെയാ? പുലിക്കാട്ടി കത്രീന വിചാരിച്ച എന്തുവാ നടക്കാത്തേ? എനിക്കറിയാൻ മേലേ ഇനി എന്നതൊക്കെ നടക്കുമെന്ന്. നൈനാൻ സാറ് വെട്ടൊന്ന് തുണ്ടൻ രണ്ടെന്നും പറഞ്ഞ് നടക്കുവാന്നാ കേട്ടെ. കത്രീനെ പിടിച്ച മുയലിന് 3 കൊമ്പെന്നും പറഞ്ഞോണ്ടിരിക്കുന്നു. ആ വരുന്നിടത്ത് വെച്ച് കാണാം. അല്ല പൊന്നമ്മേ, ഇതെങ്ങാനും നൈനൻ സാർ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ലെന്നേ, ഒരു സൂചന കൊടുത്തേരും. കല്യാണം പള്ളി വെച്ചായതുകൊണ്ട് നൈനാൻ സാർ ഒന്നും ചെയ്യുകയല്ലെന്നാ കത്രീനാമ്മ വിചാരിച്ചിരിക്കുന്നേ. അങ്ങേർക്ക് എന്ത് പള്ളിയും പട്ടക്കാരും. പോലീസും പട്ടാളവുമായിട്ട് വന്ന് റജിക്കുഞ്ഞിനെ പിടിച്ചോണ്ട് പോകാൻ പോലും മടിക്കാത്ത ആളാ. കത്രീനയ്ക്ക് അത് വേണം. മറ്റുള്ളവരുടെ കുടുംബം കലക്കാൻ നോക്കുന്നവർക്കേ കർത്താവ് കൊടുക്കുന്ന ശിക്ഷയായതൊക്കെ. അത് പിന്നെ കൊച്ചമ്മ, ഇളയ മോക്കൊരു പനി. ഓ കഷ്ടപ്പാട് പറഞ്ഞ കത്രീനമ്മ ചില്ലി കാശ് തരികയില്ല. ഞാൻ എന്നാ ചെയ്യാനാ? പിന്നെ നൈനാൻ സാറിനോട് പറയുമ്പം ഞാനാ പറഞ്ഞെന്ന് പറയല്ലേ. ഏയ് എന്നാ ഞാൻ പോട്ടെ. അതെ, പുലിക്കാട്ടിൽ എന്നാ നടന്നാലും മുന്നിൽ നിൽക്കേണ്ട ആള് ഇവിടെ നിന്ന് പടം വരച്ച് കളിക്കാണോ? വിശേഷങ്ങള് പള്ളിക്കാരും നാട്ടുകാരും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞു.
അല്ല ഇനിയിപ്പൊ എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടും എനിക്കൊന്നും അറിയാൻ മേലെന്നും പറഞ്ഞ് മിണ്ടാതിരിക്കാണോ? എന്നതായി പറഞ്ഞോണ്ട് വരണേ? പള്ളിയിൽ പോണത് പ്രാർത്ഥിക്കാനോ അതോ കുശുമ്പോർത്താനും കളക്ട് ചെയ്യാനോ? എല്ലാത്തിനും ഒരു പരിധിയൊക്കെ വേണം. ഇതൊന്നും ഞാൻ പറയുന്നതല്ല. എനിക്കൊന്നും അറിയാനും മേല. മറ്റുള്ളവര് പറയുമ്പോ ചെവി പൊത്തിപ്പിടിക്കാൻ പറ്റുമോ? അതും കത്രീനയുടെ മോളെ കുറിച്ചാവുമ്പോ കേട്ടില്ല എന്ന് നടിക്കാനും പറ്റുകയില്ല. റോസിനെ കുറിച്ചോ? നീ എന്നാ കേട്ടെന്നാ? കണ്ടോ അത് പറഞ്ഞപ്പോ വരയും നിർത്തി പണിയും നിർത്തി. ഇതുകൊണ്ടല്ലയോ ഞാൻ പറയണത്, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും കത്രീനയും മോളും ഒക്കെ തന്നെയാണെന്ന്. വേറെ എന്നെ പറഞ്ഞാലും ഇച്ചാൻ എന്നെ ചാടിക്കും. പുലിക്കാട്ടിലെ കാര്യം പറയുമ്പോ പൂച്ചയെ പോലെ നിന്നോളൂ. പെമ്മക്കടെ മുമ്പിൽ മിണ്ടാതിരുന്ന് സ്നേഹമുള്ള അപ്പനാവും. പറയുന്നു ഞാൻ വഴക്കാളി. നീ പറയാൻ വന്നത് എന്നതാന്ന് പറ. പള്ളി പിരിയുമ്പോ നുണ പറയുന്ന പെണ്ണുങ്ങളോടൊപ്പം അല്ലേ നീ വരുന്നേ? അപ്പൊ പലതും ചെവി കേറും. നുണയോ? പുലിക്കാട്ടിലെ കത്രീനയുടെ മോള് റോസിന്റെ കല്യാണ കാര്യം ഞാൻ നുണ പറഞ്ഞില്ലേലും ഇടവകക്കാരെല്ലാരും അറിയാൻ പോണ കാര്യമില്ലയോ? റോസിന്റെ കല്യാണോ? നീ എന്നതാ പറയുന്നേ? എന്തെങ്കിലും വേണ്ടാതിന് എന്നോട് പറഞ്ഞാലേ നിനക്ക് വെള്ളം ഇറങ്ങത്തുള്ളൂ. ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ മേല അല്ലയോ? വേണ്ട, വിശ്വസിക്കണ്ട. മനസ്സമ്മതം മുടങ്ങിന്ന് വെച്ച് ആ പെങ്കൊച്ച് വീട്ടിൽ തന്നെ നിന്നു പോകുന്ന പലരും കരുതിയതാ. കത്രീനല്ലയോ ആള്. നൈനാന്റെ മോൻ റെജിയെ തന്നെ വലയിട്ട് പിടിച്ച് കൂടെ നിർത്തിയിരിക്കുക. ഞായറാഴ്ച കല്യാണം. നിങ്ങൾ വലിയ അടുപ്പക്കാരല്ലേ, വിളിച്ചില്ലയോ? എന്നാ പറ്റി? എന്നതാ ചായ മിണ്ടാതെ നിക്കുന്നേ? അല്ല, കല്യാണത്തിന് വിളിച്ചില്ലേലും പോണം കേട്ടോ. അപ്പന്റെ സ്ഥാനം ഇല്ലയോ? എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. റോസിന്റെ കല്യാണമാണെന്ന് കേട്ടപ്പോ നിങ്ങൾക്ക് എന്നതാ ഇത്രയും വിഷമം? സന്തോഷിക്കല്ലേ വേണ്ടത്? അവളെ കെട്ടിച്ചു വിട്ടാ പിന്നെ കത്രീനാമ്മയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യം ഇല്ലയോ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ നിങ്ങളെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചേ. ആ മോനിച്ചൻ എങ്ങാനും ഇവിടെ ഉണ്ടോയെന്ന് നോയിക്കോണം. കത്രീനാമ്മയ്ക്ക് വലിയൊരു ശത്രുവിടെ ഉണ്ടായ കാര്യം നിങ്ങൾക്കൊക്കെ അറിയാലോ. ആ വകയിൽ ഈ വരുന്ന ഞായറാഴ്ച കത്രീനാമ്മയ്ക്ക് ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്കതങ്ങനെ അങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. എന്നാ അപകടം കത്രീന അമ്മയുടെ നേരെ വന്നാലും അത് തടുക്കാൻ നമ്മളെല്ലാവരും തയ്യാറായിരിക്കണം. ഇവിടെ കൂടിയ ഓരോ ആളും കത്രീന അമ്മ സഹായിച്ചിട്ടുള്ള 10-20 പേരെ കണ്ട് ഞായറാഴ്ച കാലത്ത് തന്നെ പള്ളിയുടെ മതിലിന് പുറത്തെത്താൻ പറയണം. 1000 പേരെങ്കിലും ഉണ്ടെങ്കിലേ കത്രീനാമ്മയ്ക്ക് വരാൻ പോകുന്ന ആവത്ത് നമുക്ക് തടുക്കാൻ പറ്റൂ. എന്നതാ ജോണി കത്രീനാമ്മയ്ക്ക് വരാൻ പോകുന്നത്? ഏതവനാണെന്ന് പറ, ഇപ്പൊ തന്നെ കാച്ചിക്കളയാം. എന്തിനാ ഞായറാഴ്ച വരെ കാക്കണത്? എടുത്തു ചാട്ടൊന്നും പറ്റത്തില്ല മുത്തു. നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ചെയ്യേ. ഞായറാഴ്ച 1000 പേരെങ്കിലും പള്ളിക്ക് പുറത്തുണ്ടാവണം. അത് ഞങ്ങൾ ഏറ്റു. എന്നാലും ഏതവനോ കത്രീനാമ്മയെ ഉപദ്രവിക്കാൻ വരുന്നതെന്ന് അറിയണമല്ലോ. പറയുന്നത് കേക്കടാ ലാസറേ. കാര്യം എന്താണെന്ന് ഞങ്ങൾക്കും അറിയില്ല. ഒന്ന് മാത്രം നിങ്ങൾ മനസ്സിൽ കരുത്, നമുക്ക് വേണ്ടി മരിക്കണ ആളാ കത്രീനാമ്മ. അപ്പോ കത്രീനാമ്മയ്ക്ക് ഒരു ആപത്ത് വന്നാ നമ്മളും മരിക്കാൻ തയ്യാറാവണ്ടേ? ആ, കിട്ടിയടോ, എടോ കിട്ടിയടോ, കിട്ടി. മനുഷ്യനെ പേടിപ്പിച്ചു കിടന്നല്ലോ. കോളിംഗ് ബെല്ല് പിന്നെ എന്നാത്തിനാണോ ചോരമ്മ കുടിച്ചിട്ടിരിക്കുന്നത്? സോറി, സോറി. ഞാനീ ആവേശം മൂത്തപ്പോ. എന്നതാ ഇത്ര ആവേശം മൂക്കാൻ? അല്ല, ഇവിടെ വേറെ ആരാ ഉള്ളത്? ഇവിടെ ആരാ? നാൻസി അപ്പുറത്താണ് കാണും. എന്നാണോ കാര്യം? കത്രീന കല്യാണം നിശ്ചയിച്ചിരിക്കണം, മുഹൂർത്തം അറിഞ്ഞു. ആ, ഞായറാഴ്ച രാവിലെ 10 മണിക്ക്